എല്ലാവർക്കും ഇഗ്നോ ലേണേഴ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നോക്കാനുള്ളത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി ആണ്. അപ്പൊ ആ ഒരു പേപ്പറിൽ എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോളൂ, അതിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അല്ലെങ്കിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പെർസ്പെക്റ്റീവിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പം നമുക്ക് എന്താണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് നോക്കാം. നമ്മൾ സോഷ്യോളജി പഠിക്കുമ്പോൾ അതിന്റെ ബേസ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഒന്ന് എമർജൻസി ഓഫ് സോഷ്യോളജി, പിന്നെ വരുന്നത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ ഗ്രൂപ്പ്, ഓർഗനൈസേഷൻ, അങ്ങനെ നമ്മൾ അതിന്റെ സൊസൈറ്റിയുടെ ബേസിക് യൂണിറ്റുകളാണ് ഇതൊക്കെ. അപ്പം നമുക്ക് ഇന്ന് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് നോക്കാം. അപ്പൊ എന്താണ് ആദ്യം പറയുന്നത്? സൊസൈറ്റി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് കളക്റ്റീവ്സ് ആൻഡ് സം ടോട്ടൽ ഓഫ് ഓൾ ദ റിലേഷൻഷിപ്പ് ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദം. ഇപ്പൊ സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്? വ്യക്തികൾ കൂടിച്ചേരുന്നതിനെയാണ്, അല്ലെ? വ്യക്തികളുടെ ഒരു കൂട്ടത്തെ നമുക്ക് എന്തെന്ന് പറയാം? സൊസൈറ്റി എന്ന് പറയാം. സൊസൈറ്റി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് വ്യക്തികളെ വെച്ചിട്ടാണ്, ഇൻഡിവിജ്വൽസിനെ വെച്ചിട്ടാണ്. അതാണ് ഇവിടെ പറയുന്നത്. സൊസൈറ്റി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് കളക്റ്റീവ്സ് ആൻഡ് സം ടോട്ടൽ ഓഫ് ഓൾ ദ റിലേഷൻഷിപ്പ് ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദം. അപ്പൊ സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിവിജ്വൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം എന്താണ് സൊസൈറ്റി എന്ന് പറയുന്നത്? ഈ ഇൻഡിവിജ്വൽസിന്റെ സം ടോട്ടൽ ഓഫ് റിലേഷൻഷിപ്പിനെയാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ സൊസൈറ്റിയിൽ കുറേയധികം വ്യക്തികൾ ഉണ്ടായിരിക്കും. ആ വ്യക്തികൾ തമ്മിൽ എന്തുണ്ടായിരിക്കും? റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും പരസ്പരം. ആ ഒരു സം ടോട്ടൽ ഓഫ് ഓൾ ദ റിലേഷൻഷിപ്പിനെ നമുക്ക് എന്തെന്ന് പറയാം? സൊസൈറ്റി എന്ന് പറയാം. ഓക്കെ. Society needs to order itself through organizing its various constituents. One of the way in which society orders itself is through institution and organization. അപ്പൊ സൊസൈറ്റി കൃത്യമായിട്ട് ഒരു ഓർഡറിൽ പോകണമെന്നുണ്ടെങ്കിൽ, സൊസൈറ്റിയിൽ കൃത്യമായിട്ടുള്ള ഒരു എന്താണ് ഒരു ഒരു ഹാർമണി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതെന്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ? സൊസൈറ്റിയിൽ കുറേയധികം എലമെന്റ്സ് ഉണ്ട്, കുറേയധികം കോൺസ്റ്റിറ്റ്യൂൻസ് ഉണ്ട്. അത് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യപ്പെടുമ്പോഴാണ്, അത് കൃത്യമായിട്ട് ക്രമീകരിക്കപ്പെടുമ്പോഴാണ് സൊസൈറ്റി എന്തിലോട്ട് പോകുന്നത്? ഒരു ഓർഡറിലോട്ട് പോകുന്നത്, കൃത്യമായിട്ടുള്ള ഒരു ക്രമത്തിലോട്ട് പോകുന്നത്. അപ്പൊ സൊസൈറ്റിക്ക് കൃത്യമായിട്ട് ആ ഒരു ഓർഡറിലോട്ട് പോകണമെങ്കിൽ ഈ പറയുന്ന സൊസൈറ്റിയിലുള്ള വേരിയസ് കോൺസ്റ്റിറ്റ്യൂൻസിനെ എന്ത് ചെയ്തിരിക്കണം? ഓർഗനൈസ് ചെയ്തിരിക്കണം. അപ്പൊ എന്താണ്? വൺ ഓഫ് ദ വേസ് ഇൻ വിച്ച് സൊസൈറ്റി ഓർഡേഴ്സ് ഇറ്റ്സെൽഫ് ഈസ് ത്രൂ ഓർഗനൈസേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ എന്താണ്? സൊസൈറ്റി കൃത്യമായിട്ടുള്ള ഒരു ഓർഡറിൽ പോകാൻ വേണ്ടിയിട്ട് സൊസൈറ്റി എന്തിലൂടെയാണ് ഈ ഒരു ഓർഡർ കൈവരിക്കുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെയും ഓർഗനൈസേഷൻസിലൂടെയാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ സൊസൈറ്റിയിൽ കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ കൊണ്ടുവരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെയും ഓർഗനൈസേഷൻസിലൂടെയാണ്. അപ്പൊ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഗനൈസേഷൻ പ്രൊവൈഡ് ദ സൊസൈറ്റി എ ഫെയർ എമൗണ്ട് ഓഫ് കൺസിസ്റ്റൻസി ആൻഡ് പ്രെഡിക്റ്റബിലിറ്റി വിച്ച് ഇസ് എസെൻഷ്യൽ ഫോർ ദ സ്റ്റെബിലിറ്റി ഓഫ് ദ സൊസൈറ്റി. അപ്പം ഒരു സൊസൈറ്റി സ്റ്റേബിൾ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണമെങ്കിൽ എസെൻഷ്യൽ ആയിട്ട് വേണ്ട രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓർഗനൈസേഷനും. ഓക്കെ ആണല്ലോ? അപ്പം എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷനും ഓർഗനൈസേഷനും സൊസൈറ്റിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? എന്താണ്? കൺസിസ്റ്റൻസി ആൻഡ് പ്രഡിക്റ്റബിലിറ്റി, അല്ലെ? ഒരു കൺസിസ്റ്റൻസി സൊസൈറ്റിയിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ഒരു പ്രഡിക്റ്റബിലിറ്റി സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്നത് ആരാണ്? ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓർഗനൈസേഷനും ആണ്. അപ്പം ഈ ഇൻസ്റ്റിറ്റ്യൂഷനും ഓർഗനൈസേഷനും എന്താണ്? സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു എലമെന്റ്, അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള എലമെന്റ്സ് ആണ്, അല്ലെ? സൊസൈറ്റി സ്റ്റേബിൾ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും സോഷ്യൽ ഓർഗനൈസേഷൻസും ഉണ്ടായിരിക്കണം. ഇനി എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷൻ ആർ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് സ്ട്രക്ചർ സോഷ്യൽ ഇന്ററാക്ഷൻ. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് റൂൾസിനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? സോഷ്യൽ ഇന്ററാക്ഷൻസിനെ സ്ട്രക്ചർ ചെയ്യുന്ന, കൃത്യമായിട്ട് എന്താണ്? കൃത്യമായിട്ടുള്ള ഒരു ഘടന കൊടുക്കുന്ന സെറ്റ് ഓഫ് റൂൾസിനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആസ് കോഡ് ഓഫ് കോണ്ടക്ട് ഓർ സെറ്റ് ഓഫ് റൂൾസ്. നമ്മൾ മുകളിൽ പറഞ്ഞത് തന്നെയാണ്. ഇൻസ്റ്റിറ്റ്യൂഷനെ നമുക്ക് എന്തായിട്ട് പറയാം, എന്തായിട്ട് മനസ്സിലാക്കാം? കോഡ് ഓഫ് കോണ്ടക്ട് ആയിട്ട് പറയാം, അല്ലെ? നമ്മുടെ ബിഹേവിയറിനെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് റൂൾസ് ആണ്, ഒരു കൂട്ടം റൂൾസ് ആണ് എന്തെന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ ഹ്യൂമൻ ആക്ടിവിറ്റി. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് കൃത്യമായിട്ട് ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ ഗൈഡ് ചെയ്യുന്നത്.
കൃത്യമായിട്ട് നമ്മുടെ ഓരോ ബിഹേവിയറിനെയും നയിക്കുന്ന അല്ലെങ്കിൽ ഒരു ഗൈഡ് ലൈൻ ആയിട്ട് വരുന്നത് എന്താണ്? ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെച്ചിട്ടാണ്, ഈ പറയുന്ന സെറ്റ് ഓഫ് റൂൾസ് വെച്ചിട്ടാണ്, ഈ പറയുന്ന കോഡ് ഓഫ് കോണ്ടക്ട് വെച്ചിട്ടാണ് നമ്മൾ സൊസൈറ്റിയിൽ ഓരോരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്നത് ഈ പറയുന്ന സെറ്റ് ഓഫ് റൂൾസും കോഡ് ഓഫ് കോണ്ടക്റ്റും വെച്ചിട്ടാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ട്രക്ചർ ഹ്യൂമൻ ഇന്ററാക്ഷൻ ത്രൂ സ്റ്റേറ്റഡ് ഓർ ഇംപ്ലൈഡ് റൂൾസ്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നു? ഹ്യൂമൻ ഇന്ററാക്ഷനെ കൃത്യമായിട്ട് സ്ട്രക്ചർ ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഓക്കെ ആണല്ലോ. എന്ത് വെച്ചിട്ടാണ് ഹ്യൂമൻ ഇന്ററാക്ഷനെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ട്രക്ചർ ചെയ്യുന്നത്? റൂൾസ് വെച്ചിട്ടാണ്, സ്റ്റേറ്റഡ് റൂൾസ് വെച്ചിട്ടാണ്, കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, റിട്ടൺ ആയിട്ടുള്ള, സ്റ്റേറ്റഡ് ആയിട്ടുള്ള റൂൾസ് വെച്ചിട്ടാണ് ഹ്യൂമൻ ഇന്ററാക്ഷനെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നത്? സ്ട്രക്ചർ ചെയ്യുന്നത്. അപ്പം അതൊന്നുകിൽ സ്റ്റേറ്റഡ് റൂൾസ് ആകാം, അല്ലെങ്കിൽ എന്താകാം ഇംപ്ലൈഡ് റൂൾസ് ആകും. ഇംപ്ലൈഡ് റൂൾസ് എന്ന് പറയുന്നത് എന്താണ്? അൺറിട്ടൺ റൂൾസ് ആണ്, അല്ലെ? നമ്മള് എന്താണ് തലമുറകൾ കൈമാറി വരുന്നതാണ്. ആ റൂൾസ് ഒന്നും നമ്മൾ എവിടെ എഴുതി വെച്ചിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പാരന്റ്സും അതേപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും ഉള്ളടത്ത് നിന്നൊക്കെ ആയിരിക്കും നമ്മൾ ഈ പറയുന്ന റൂൾസ് പഠിക്കുന്നത്, അല്ലെ? നമ്മുടെ കൾച്ചറൽ മോറൽ വാല്യൂസ് എല്ലാം എന്താണ്? ഈ പറയുന്ന ഇംപ്ലൈഡ് റൂൾസ് ആണ്. ഓക്കെ ആണല്ലോ. സം എക്സാമ്പിൾസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആർ ലോ, എഡ്യൂക്കേഷൻ, മാരേജ് ആൻഡ് ഫാമിലി. അപ്പം ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷന് കുറച്ചധികം എക്സാമ്പിൾസ് ഇവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ലോ, എഡ്യൂക്കേഷൻ, മാരേജ്, ഫാമിലി ഒക്കെ എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, സ്ഥാപനങ്ങളാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെ? ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ നമ്മൾ പഠിക്കാൻ പോവാണ്, അതൊരു ഫിസിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, നമുക്കത് കാണാൻ സാധിക്കും. നേരെ മറിച്ച് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കില്ല. അത് സ്ഥാപിതമായിട്ടുള്ള, നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ സ്ഥാപിതമായിട്ടുള്ള ഒന്നാണ്. അല്ലെ? നമ്മൾ ജനിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം എല്ലാം അത് ഇവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ഇത് ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്തെന്ന് പറയുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്, സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്, സ്ഥാപിതമായിട്ടുള്ളതായതുകൊണ്ടാണ്. ഓക്കെ ആണല്ലോ. അപ്പം എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ കോമ്പോണൻസ് ഓഫ് ദ സൊസൈറ്റി. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് എന്താണ്? സൊസൈറ്റിയുടെ കോമ്പോണൻസ് ആണ്, അല്ലെ? എലമെന്റ്സ് ആണ്. ദാറ്റ് ഹെൽപ് ടു മെയിൻറ്റെയിൻ ഓർഡർ ആൻഡ് സ്റ്റെബിലിറ്റി, അല്ലെ? നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ഓർഡറും സ്റ്റെബിലിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് എന്താണ്? ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ത്രൂ സ്ട്രക്ചറിങ് ഹ്യൂമൻ ഇന്ററാക്ഷൻ ആൻഡ് ആക്ടിവിറ്റി. അപ്പം എങ്ങനെയാണ് ഇത് ഈ പറയുന്ന ഓർഡറും സ്റ്റെബിലിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഹ്യൂമൻ ഇന്ററാക്ഷനും ഹ്യൂമൻ ആക്ടിവിറ്റിയും സ്ട്രക്ചർ ചെയ്യുന്നതിലൂടെയാണ്. അപ്പൊ നമ്മൾ മുകളിൽ പറഞ്ഞായിരുന്നു, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് ചെയ്യുന്നത്? ഹ്യൂമൻ ഇന്ററാക്ഷൻ ആയിക്കോട്ടെ, ഹ്യൂമൻ ആക്ടിവിറ്റി ആയിക്കോട്ടെ, ഇതിനെ സ്ട്രക്ചർ ചെയ്യുന്നു. ആ സ്ട്രക്ചർ ചെയ്യുന്നതിലൂടെ സൊസൈറ്റിയിൽ എന്ത് കൊണ്ടുവരുന്നു? എന്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ എന്ത് കൊണ്ടുവരുന്നു? ഓർഡർ ആൻഡ് സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നു. Institution manifest themselves in terms of overt or implicit rules that structure human interaction. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ എന്താണ്? ഈ പറയുന്ന ഒവേർട്ട് റൂൾസ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? ഇംപ്ലിസിറ്റ് റൂൾസ് ആണ്. നമ്മൾ മുകളിൽ പറഞ്ഞത് തന്നെയാണ്. എന്താണ്? സ്റ്റേറ്റഡ് റൂൾസ് വെച്ചിട്ട് നമുക്ക് ഹ്യൂമൻ ഇന്ററാക്ഷനെയും ആക്ടിവിറ്റീസിനെയും കൃത്യമായിട്ട് സ്ട്രക്ചർ ചെയ്യാം, അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെ ബിഹേവിയറിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാം, റെഗുലേറ്റ് ചെയ്യാം. അതാണ് ഇവിടെയും പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തായിട്ടാണ് വരുന്നത്? ഈ ഒവേർട്ട് ഓർ ഇംപ്ലിസിറ്റ് റൂൾസ് വെച്ചിട്ടാണ്, അല്ലെ? ഇംപ്ലിസിറ്റ് റൂൾസ് എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറിൽ തന്നെ ഉള്ളത്, അല്ലെ? നമ്മൾ എവിടെയും സ്റ്റേറ്റ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ ഹ്യൂമൻ ഇന്ററാക്ഷൻ എന്ത് ചെയ്യുന്നത്? സ്ട്രക്ചർ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട് ചോദിക്കുമ്പം എഴുതാനുള്ളത്. അപ്പൊ അവിടെ തന്നെ നമ്മൾ എഴുതേണ്ടതാണ്. കുറച്ചധികം ടൈപ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് പഠിക്കണം. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡിങ് പഠിച്ചു, ഇൻട്രൊഡക്ഷൻ പഠിച്ചു. ഇനി എത്ര ടൈപ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് സോഷ്യോളജിസ്റ്റുകൾ ഇൻസ്റ്റിറ്റ്യൂഷനെ 5 ക്ലസ്റ്റേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ 5 മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓൾറെഡി എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? ദീസ് ആർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് കറസ്പോണ്ട് ടു പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾ സാധനങ്ങളും സേവനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, നമ്മളത് കൺസ്യൂം ചെയ്യുന്നുണ്ട്, നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനെയും നമുക്ക് എന്തെന്ന് പറയാം? എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയാം. ഇപ്പൊ ഒരു ബ്രെഡ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി, എന്താണത്? എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ ആണല്ലോ.
അപ്പം എന്താണ് ഈ പറയുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമുക്ക് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. ഇനി എന്താണ് പറയുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സോഷ്യൽ സ്ട്രാറ്റാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സൊസൈറ്റിയിൽ എല്ലാവരുടെയും സ്റ്റാറ്റസ് ഒരേപോലെയാണോ, എല്ലാ ഗ്രൂപ്പുകളും ഒരേപോലെയാണ്? അല്ല, അല്ലേ? അവിടെ എന്തുണ്ടായിരിക്കും, വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെ? പല സ്ട്രാറ്റാസ് നമുക്ക് സൊസൈറ്റിയിൽ കാണാൻ സാധിക്കും. അതെന്താണെന്ന് നോക്കാം. ദീസ് ആർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് റെഗുലേറ്റ് ആൻഡ് കൺട്രോൾ ഡിഫറൻഷ്യൽ ആക്സസ് ടു സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് പ്രിവിലേജ്. അപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്തിനെ കൺട്രോൾ ചെയ്യുന്നത്, ഡിഫറൻഷ്യൽ ആക്സസ് ടു സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് പ്രസ്റ്റീജ്. അപ്പൊ സോഷ്യൽ സ്റ്റാറ്റസിനെയും പ്രസ്റ്റീജിനെയും ഡിഫറൻഷ്യൽ ആയിട്ടുള്ള, അല്ലെ, എല്ലാവരുടെ സോഷ്യൽ സ്റ്റാറ്റസും എന്തല്ല, ഒന്നല്ല, എല്ലാവരുടെ പ്രസ്റ്റീജും എന്തല്ല, ഒന്നല്ല. ഇപ്പം നമ്മളൊരു സൊസൈറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രിൻസിപ്പൽ, കോളേജിലെ പ്രിൻസിപ്പൽ ഉണ്ടായിരിക്കാം, SI ഉണ്ടാകാം, അല്ലെങ്കിൽ ചെറിയ പണികൾ ചെയ്യുന്ന ജോലിക്കാരുണ്ടാകാം, ഫാമേഴ്സ് ഉണ്ടാകാം. അപ്പം ഈ പറയുന്ന സ്റ്റാറ്റസിനെയും പ്രസ്റ്റീജിയസിനെയും ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെന്തുവാണ്, കിൻഷിപ്പ്, മാരേജ് ആൻഡ് ഫാമിലി. മാരേജും കിൻഷിപ്പ്, ഫാമിലി ഒക്കെ നമുക്ക് ഒരുപാട് സോഷ്യോളജിയിൽ പഠിക്കാനുള്ളതാണ് കേട്ടോ. മാരേജ് നമ്മൾ ഇനി പഠിക്കും, ഫാമിലി ഇനി പഠിക്കും, വേറെ ഇനി അടുത്ത ടെക്സ്റ്റുകളിലൊക്കെ നമ്മൾ ഈ പറയുന്ന പോർഷൻസ് ഒക്കെ നോക്കും കേട്ടോ. ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് റീപ്രൊഡക്ഷൻ. അപ്പൊ റീപ്രൊഡക്ഷനെ റെഗുലേറ്റ് ചെയ്തതും കൺട്രോൾ ചെയ്യുന്നതും എന്താണ്, കിൻഷിപ്പും മാരേജും ഫാമിലിയുമാണ്. കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്, ബ്ലഡ് റിലേഷനെ നമുക്ക് കിൻഷിപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ മാരിറ്റൽ റിലേഷൻഷിപ്പിനെ നമുക്ക് കിൻഷിപ്പ് എന്ന് പറയാം. അപ്പം എന്താണ്, ബ്രദേഴ്സ് തമ്മിലുള്ള റിലേഷൻ കിൻഷിപ്പാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻ കിൻഷിപ്പാണ്. അപ്പൊ ഇവിടെ രണ്ടിലും വ്യത്യാസമുണ്ട്, അല്ല, ഒരു അച്ഛനും മകനും തമ്മിലുള്ള റിലേഷൻ ബ്ലഡ് റിലേഷൻ ആണ്. നേരെ മറിച്ച് വൈഫ് ഹസ്ബൻഡും തമ്മിലുള്ള റിലേഷൻ എന്താണ്, മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ രണ്ട് രീതിയിൽ എന്തുണ്ടാകാം, റിലേഷൻഷിപ്പ് ഉണ്ടാകും. അതിനെ കുറിച്ചിട്ടാണ് കിൻഷിപ്പിൽ പറയുന്നത്. മാരേജ് ഓൾറെഡി നമുക്കറിയാം, ഫാമിലി നമുക്കറിയാം. ഇതൊക്കെ എന്താണ് കൺട്രോൾ ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത്, റീപ്രൊഡക്ഷൻ ആണ്. റീപ്രൊഡക്ഷൻ എന്താണെന്ന് അറിയാലോ. ഓക്കെ, അപ്പൊ നമുക്ക് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോട്ടാണ് അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് പറയുന്നത്. ദേ ആർ കൺസേൺഡ് വിത്ത് റെഗുലേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ. പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പവറിനെ കുറിച്ചിട്ടായിരിക്കും അവിടെ പറയുക, അധികാരത്തെ കുറിച്ചിട്ടായിരിക്കും പറയുന്നത്. അപ്പൊ ഈ അധികാരത്തെ കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക. അപ്പം ഈ പറയുന്ന പവറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന, റെഗുലേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് എന്താണ്, ദേ റെഗുലേറ്റ് റിലീജിയസ്, സിംബോളിക് ആൻഡ് കൾച്ചറൽ പ്രാക്ടീസ്. ഓരോ സൊസൈറ്റി എടുക്കുമ്പോഴും നമുക്ക് റിലീജിയസ് ആയിട്ടുള്ള കുറെ അധികം പ്രാക്ടീസസ് ഉണ്ട്, സിംബോളിക് ആയിട്ടുള്ള പ്രാക്ടീസസ് ഉണ്ട്, കൾച്ചറൽ ആയിട്ടുള്ള പ്രാക്ടീസസ് ഉണ്ട്. ഇതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ഇതിന്റെയൊക്കെ നോട്ട്സ് എഴുതിയെടുക്കുക. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ പോർഷനിൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ വീഡിയോസ്, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ